ആർഷഭാരത സംസ്കാരവും സനാതനധർമ്മത്തിന്റെ പ്രാധാന്യവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകാൻ സന്യാസി ശ്രേഷ്ഠരും ആത്മീയ ആചാര്യന്മാരും കേരളത്തിൽ ധർമ്മസന്ദേശയാത്ര നയിക്കുന്നു. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയാണ് മുഖ്യ രക്ഷാധികാരി. ധർമ്മസന്ദേശയാത്രയുടെ സ്വാഗത സംഘം രൂപീകരണം തിരുവനന്തപുരത്ത് നടന്നു. കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടന പ്രഭാഷണം നടത്തി. മാതാ അമൃതാനന്ദമയി മഠം, കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി ഉൾപ്പെടെ വിവിധ സന്യാസി മഠങ്ങളിൽ നിന്നുള്ള ആത്മീയ ആചാര്യന്മാർ ചടങ്ങിന്റെ ഭാഗമായി. നാടിന്റെ നന്മയ്ക്കും പുതുതലമുറയ്ക്ക് സനാതനധർമ്മ മൂല്യങ്ങൾ പകർന്നു നൽകുന്നതിനും ധർമ്മോസ്മത് കുലദൈവതം സന്യാസിമാരാണ് ധർമ്മസന്ദേശയാത്ര നയിക്കുന്നത്. വാൽമീകി മഹർഷിയുടെ ജന്മദിനമായ ഒക്ടോബർ 7-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ധർമ്മസന്ദേശയാത്ര ഒക്ടോബർ 21-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കും. ധർമ്മസന്ദേശയാത്രയുടെ സ്വാഗത സംഘം രൂപീകരണം തിരുവനന്തപുരത്ത് നടന്നു. സന്ദേശയാത്രയുടെ മുഖ്യ രക്ഷാധികാരിയായി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ തെരഞ്ഞെടുത്തു. ലോകമാതാവായി അംഗീകരിച്ചിട്ടുള്ള മാതാ അമൃതാനന്ദമയി അമ്മയാണ് നമ്മുടെ ഈ യാത്രയുടെ മുഖ്യ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്നത്. അമ്മയുടെ പൂർണ്ണമായ മനസ്സ് നമ്മോടൊപ്പം ഈ യാത്ര അവസാനിക്കുന്ന വരെ ഉണ്ടായിരിക്കും. കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ചടങ്ങിൽ ഉദ്ഘാടന പ്രഭാഷണം നടത്തി. സാംസ്കാരികമായ ഒരു കേരളം, ആ കേരളത്തിന്റെ തനത് ഭാവത്തെ ഓർമ്മിച്ച് നമുക്ക് ഉയർത്തണം. അത് 14 ദിവസം കൊണ്ട് സാധിക്കുമോ? ഒരിക്കലുമില്ല. പക്ഷെ സന്യാസിമാരുടെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് വലിയ തുടക്കമാകും. വർത്തമാനകാലത്ത് സനാതനധർമ്മം മുറുകെ പിടിക്കുന്നതിന് ഉദാഹരണമാണ് ഈ കഴിഞ്ഞുപോയ കുംഭമേളയെന്ന് മഹാമണ്ഡലേശ്വർ ജുനാഘാട ആനന്ദവനം ഭാരതസ്വാമി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. തൊട്ടടുത്ത് കഴിഞ്ഞ കുംഭമേള ലോകത്തിന് കാണിച്ചു കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്നുണ്ടെങ്കിൽ അത് ഈ ധർമ്മത്തിന്റെ ശക്തി എന്താണ് എന്നുള്ളതാണ്. ധർമ്മസന്ദേശയാത്ര കേരളത്തിൽ ധാർമ്മിക നവോത്ഥാനത്തിന് തുടക്കം കുറിക്കുമെന്ന് മാതാ അമൃതാനന്ദമയി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി ചൂണ്ടിക്കാട്ടി. ഹൈന്ദവ ധർമ്മത്തിൻ്റെ പതാക വഹിക്കുന്നവരാണ് സന്യാസി സമൂഹം. പൊതുവെ പൊതുജനങ്ങളുടെ ധാരണയുള്ളത് സന്യാസിമാരെല്ലാം അവരവരുടെ മാർഗങ്ങളിൽ പ്രവർത്തിക്കുന്നു, അവർക്ക് പരസ്പരം ഐക്യമില്ല, ആരും ഒന്നിച്ച് നിൽക്കുന്നില്ല എന്നൊരു ധാരണ പൊതുജനങ്ങളെ വന്നിട്ടുണ്ട്. അത് ശരിയല്ല. ധർമ്മത്തിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാ കാലത്തും സന്യാസിമാരെല്ലാവരും ഒന്നിച്ചു നിന്നിട്ടുണ്ട്. ആ ഒരു സന്ദേശം മാത്രമല്ല, ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ പൊതുജനങ്ങളുടെ, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ എങ്ങനെ എത്തിക്കുന്നത് എന്നത് ജനങ്ങളെ അറിയിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള സന്യാസി ശ്രേഷ്ഠന്മാരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിന്റെ ഭാഗമായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.